Hallelujah.
യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാണ്. അനുഗ്രഹമായിരിക്കുന്ന ദൈവിക സാന്നിധ്യം നമ്മളെ ചുറ്റി നിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ 7 നക്ഷത്രത്തെ വലകയിൽ പിടിച്ച് ആമേൻ ഹല്ലേലൂയ 7 നിലവിളക്കിന്റെ നടുവിൽ കൂടെ മാനത്തും കച്ച കെട്ടിക്കൊണ്ട് ഉല്ലാസുന്നവനായ കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. അവൻ നമ്മളെ തൊടുന്നുണ്ട്, അവൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മുടെ പ്രശ്നങ്ങളെ അറിയുന്നുണ്ട്, അവൻ നമ്മുടെ വേദനകളെ അറിയുന്നുണ്ട്. രാത്രികാലം അതിനൊക്കെ പരിഹാരകനായി അവൻ നമ്മളോട് കൂടെയുണ്ട്. അവൻ നമ്മളോട് കൂടെ വരുന്നവനാണ്. അവൻ നമ്മുടെ വലങ്കയിൽ പിടിക്കുന്നവനാണ്. രാത്രികാലം എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും. തുടർന്നുള്ളതായിരുന്ന സമയങ്ങൾ ആമീൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ആമീൻ ആഴമായ വചനം ആമീൻ ജീവനും ചൈതന്യവും നൽകുന്ന ആമീൻ ദൈവവും ആമീൻ ഹല്ലേലൂയ മുഖത്തിൽ പ്രകാശമൊക്കെ നൽകി തരുന്നതായ മാറ്റമില്ലാത്ത വചനം നമുക്ക് ദൈവത്തിന്റെ വിശുദ്ധന്മാരിൽ കൂടി കേൾക്കുവാൻ ഉള്ള സമയമാണല്ലോ. രാത്രി കാലം തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങൾ ആമീൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ആഴങ്ങളിൽ നിന്നോ നമ്മളോട് സംസാരിക്കുന്നത്. ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ. വേദമോളത്തിൽ കടന്നു വന്ന ദൈവദാസൻ മുൻപോട്ട് കടന്നു വന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ഇന്ന് രാത്രി കാലം നമ്മളോട് കൈമാറുന്നതായിരിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ കൃപാലുവായ ദൈവം നമ്മെ ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ജോസ് മാസ്റ്റർ കുടുംബം, അതുപോലെ കടന്നു വന്ന തോമസ് മാസ്റ്റർ അല്ലെങ്കിൽ മറ്റ് ദൈവദാസന്മാർ, കടന്നു വന്ന ദൈവമക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ കൃപയാൽ നാം എല്ലാവരും ഒരു രാത്രികാലം കൂടെ കാണുവാൻ കൃപാലുവായ ദൈവം നമ്മെ ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സഭാപ്രസംഗി പറയുന്നു, ഹല്ലേലൂയ, ഒരുവൻ ധനം സമ്പാദിക്കുന്നു, അത് ആരനുഭവിക്കുമെന്ന് അവൻ അറിയുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ സൂര്യന് കീഴെ ഞാൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന വലിയൊരു കഷ്ടം ഹല്ലേലൂയ കാണുവാൻ ഇടയായത് ദൈവത്തിന്റെ പ്രസാദമുള്ളവന് വേണ്ടി ഹല്ലേലൂയ അവൻ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കേണ്ടതിന് വേണ്ടി സൂര്യന് കീഴെ വല്ലാത്ത കഷ്ടപ്പാട് പാപികൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ സഭാപ്രസംഗി പറയുകയാണ്, ഹല്ലേലൂയ, ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ അതും ദൈവം കൃപ ചെയ്യണം. അപ്പോ ഹല്ലേലൂയ, ഈ രാത്രികാലം നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാലല്ലാതെ എന്ന് പറയുവാൻ, നമുക്ക് പുകഴുവാൻ, നമുക്ക് പ്രശംസിപ്പാൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, അവൻ തന്റെ കോപത്തിൽ പർവ്വതങ്ങളെ കുലുക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തെ ഭൂമിയുടെ അച്ചുതണ്ടിനെ അവൻ മറിച്ചു കളയുന്നു. അപ്പോൾ ദൈവത്തിന്റെ കോപം ഭൂമിക്ക് നേരെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നാം ഈ കാണുന്നതൊക്കെയും. അപ്പോൾ നമ്മൾ ഹല്ലേലൂയ ഭയപ്പെടുകയല്ല, ഭാരപ്പെടുകയല്ല, സങ്കടപ്പെടുകയല്ല, ഹല്ലേലൂയ
ഓരോരുത്തരോടും യൂദയുടെ ലേഖനം പറയുന്നത് പോലെ നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും ആത്മാവിൽ പ്രാർത്ഥിച്ചും സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ മഹത്വപ്പെടുത്തിയും അല്ലെങ്കിൽ നമ്മുടെ സകല പ്രവൃത്തികളോടും കൂടെ ന്യായവിസ്താരത്തിൽ വരുത്തുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നാം ആയിരിക്കണമെന്ന് അല്ലെങ്കിൽ ദൈവവചനം വ്യക്തമായി നമ്മളോട് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. സഭാപ്രസംഗിയുടെ പുസ്തകം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളെ നമുക്ക് വായിക്കാം. നിന്റെ യൗവനകാലത്ത് നിന്റെ ശ്രേഷ്ഠാവിനെ ഓർത്തുകൊള്ളുക. ദുർദിവസങ്ങൾ വരികയും എനിക്കിഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും സൂര്യനും വെളിച്ചവും ചന്ദ്രന്റെ നക്ഷത്രങ്ങളും ഇരുണ്ടു പോവുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്നതിന് മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും, അടയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. വെളിവാതികളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. തെരുവിലെ കതവുകൾ അടയും, അടയ്ക്കുന്ന ശബ്ദം അന്ധമാകും. പക്ഷിയുടെ ശബ്ദത്തികൾ ഉണർന്നു പോകും, പാട്ടുകാരികളൊക്കെയും തളരുകയും ചെയ്യും. അന്ന് അവ കയറ്റത്തെ പേടിക്കും, വഴിയിൽ ഭീതിയുള്ളതായി തോന്നും. ബദാവൃക്ഷം പൂക്കും, തുള്ളൽ ഇഴഞ്ഞു നടക്കും, രോചനക്കുഴി ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റി സഞ്ചരിക്കും. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും, ഉറവെങ്കിലെ കുഴമുടയും, കിണറ്റിങ്കിലെ ചക്രം തകരും. കൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ സഭാപ്രസംഗി, അതായത് ദാവീദ് രാജാവിന്റെ മകനാകുന്ന ശലോമോൻ ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ച് യഹോവയായ ദൈവം അവന് പ്രത്യക്ഷനായി. അതിൽ താൻ ബാലനായിരിക്കുന്ന സമയത്ത് തന്നെ രാജഭരണം ഏറ്റെടുത്തപ്പോൾ യഹോവയായ ദൈവത്തോട് അവൻ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നത് ഈ ഹല്ലേലൂയ മഹാസമുദ്രം പോലെ ആയിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവേ എനിക്ക് ജ്ഞാനം തരണമേ എന്ന് പ്രാർത്ഥിക്കാനിടയായി. ദൈവം ഹല്ലേലൂയ അവൻ അപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് ജ്ഞാനം മാത്രമല്ല സകല സമ്പത്തും ആരോഗ്യവും സൗന്ദര്യവും അതുപോലെ തന്നെ ദീർഘായുസ്സും കൊടുത്ത് അവനെ ഹല്ലേലൂയ ദൈവം തൃപ്തിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഹല്ലേലൂയ ഈ രാത്രികാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കടഭാരം മാറണം, നമ്മുടെ രോഗം മാറണം, നമ്മുടെ പൈശാചിക ബന്ധനം മാറണം, നമുക്ക് ഹല്ലേലൂയ വസ്തു വാങ്ങണം, അല്ലെങ്കിൽ വീട് വെക്കണം, നമ്മുടെ വീടിന്റെ പണി തീരണം. ഇതൊക്കെയും നാം പ്രാർത്ഥിക്കുമ്പോൾ ശലോമോൻ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: അയ്യോ യഹോവേ, നിന്റെ ജനത്തെ നടത്തുവാൻ തക്കവണ്ണം ജ്ഞാനം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിപ്പാനിടയായി. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ കഥാകാരൻ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു മനുഷ്യന്റെ ആയുസ്സില് അവൻ ഹല്ലേലൂയ ഭൂമി വെട്ടിപ്പിടിപ്പാൻ തക്കവണ്ണം അവൻ കഠിന അധ്വാനം ചെയ്ത് ഹല്ലേലൂയ മണ്ണ് വാങ്ങിക്കൂട്ടും, ഏക്കർ കണക്കിന് വസ്തു വാങ്ങിക്കൂട്ടും. അപ്പോ മണ്ണ് പറയും, നിന്റെ ഒരായുസ് നീ അധ്വാനിച്ചിട്ട് വാങ്ങിക്കൂട്ടിയത് ഹല്ലേലൂയ ഞാൻ നിന്നെ ഒന്നും വാങ്ങിക്കാതെ തിരിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് 5 സെന്റ് വസ്തു പോരാ, 20 സെന്റ് വസ്തു പോരാ, അല്ലെങ്കിൽ ഒരു റബ്ബർ തോട്ടം പോരാ, ഒരു തേയിലത്തോട്ടം പോരാ, ഏക്കർ കണക്കിന് വസ്തു നമുക്ക് വേണം. ഇത് പോരാഞ്ഞിട്ട് അയൽക്കാരന്റെ അതിലും മാത്രം. അപ്പോൾ മണ്ണ് പറയും, നീ ഹല്ലേലൂയ ഒരായുസ് മുഴുവൻ അധ്വാനിക്കുന്നതിന്റെ നന്മ കൊടുത്ത് നീ എന്നെ വാങ്ങിയെങ്കിൽ ഞാൻ ഒരു ചെലവും ഇല്ലാതെ നിന്നെ ഞാൻ വാങ്ങും. ഇതാർക്കെങ്കിലും തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഈ ആറടി മണ്ണിലേക്ക്
അല്ലെങ്കിൽ യഹോവയായ ദൈവം മനുഷ്യനെ ശപിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, നിന്നെ പൊടിയിൽ നിന്ന് എടുത്തത് കൊണ്ട് നീ പൊടിയിലേക്ക് ചേരും. നീ നിന്റെ ആയുസ്സില് നിന്റെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും. അവൾ ദൈവസന്നിധിയിൽ അല്ലെ ശലോമോൻ പറയുകയാണ്, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ സമ്പാദിക്കുവാനോ അല്ലെങ്കിൽ അവന് ഹല്ലേലൂയ കൊണ്ടുപോകുവാനോ ഒന്നും കഴിയുകയില്ല. കാരണം ഹല്ലേലൂയ സകലവും മായ മായ മായ. അപ്പോൾ ഈ മായയായ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയില ഇപ്രകാരം ശലോമോൻ പറയുന്നു, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിയുക. യൗവനകാലത്ത് നീ സൃഷ്ടാവിനെ അറിഞ്ഞാൽ, കാരണം അല്ലെങ്കിൽ നീ വാർദ്ധക്യമാകുമ്പോൾ നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകുന്നവർ നിന്റെ കൂടെ വരും. നീ ഹല്ലേലൂയ നീ ശിശുവായിരിക്കുമ്പോൾ നിന്നെ നിന്റെ മാതാപിതാക്കൾ നടത്തും, നിന്റെ മുതിർന്നവർ നടത്തും. എന്നാൽ ഹല്ലേലൂയ ഇവിടെ ശലോമോൻ വ്യക്തമായി പറയുന്നു, യൗവനക്കാരാ അല്ലെങ്കിൽ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയണം. യൗവനത്തിൽ സൃഷ്ടാവിനെ അറിയാനുള്ള ഗുണം ഒന്ന്, അവൻ ദൈവത്തോട് കൂടെ നടക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് കൂടെ നടക്കുന്നവന് അവന്റെ ഹല്ലേലൂയ കാല് കല്ലിൽ തട്ടി പോകുവാൻ അല്ലെങ്കിൽ മുള്ള് കൊണ്ട് കീറുവാൻ, അവൻ ഹല്ലേലൂയ ഇടറി വീഴുവാൻ ദൈവം അനുവദിക്കുകയില്ല. അപ്പൊ യൗവനക്കാരാ, നിന്റെ ഹല്ലേലൂയ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയുക. ഏകദേശം 750 ഹല്ലേലൂയ കേസോളം ഇപ്പോ ഹല്ലേലൂയ ഈ കേരളത്തിൽ തന്നെ പോലീസ് പിടിക്കുവാനിടയായി. ഒന്ന് ഹല്ലേലൂയ കഞ്ചാവും MDMA, അതുപോലെ അല്ലെങ്കിൽ MDMA എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവിന്റെ പൂ കയ്യിലിട്ട് തിരുമ്മി അതിന്റെ ചാറ് അല്ലെങ്കിൽ ഫ്രഷ് ചാറ് എടുക്കുന്നതാണ് MDMA. അപ്പോൾ ഇത് അല്ലെങ്കിൽ എന്ത് ചെയ്യാ, എവിടൊക്കെയാ കടത്തുന്നെന്ന് അറിയാവോ? സ്വന്തം വയറ്റില് ഗുളികയാക്കി, അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്വന്തം ഉപകരണങ്ങളിൽ ഗുളികയാക്കി, ഇങ്ങനെ അല്ലെങ്കിൽ ഇത് കടത്തി ലോകത്ത്, അതായത് യൗവനക്കാർ മുഴുവൻ കേസിലും ഈ കഞ്ചാവിലും മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം യൗവനക്കാരാണ് നശിച്ചു പോകുന്നത്. യൗവനക്കാരാണ് അല്ലെങ്കിൽ ലോകത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നത്. യൗവനക്കാരാണ് അല്ലെങ്കിൽ ദൈവത്തെ മറന്നുകൊണ്ട് ഓടുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ ശലോമോൻ വ്യക്തമായി പറയുന്നു, യൗവനക്കാരാ, നീ ഹല്ലേലൂയ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയണം. ഓർത്തുകൊള്ളുക, ദുർദിവസങ്ങൾ വരികയും നിനക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കുകയും അല്ലെങ്കിൽ സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും അല്ലെങ്കിൽ മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യുന്ന മുമ്പേ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. കാരണം അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ വിവരിക്കാനോ അല്ലെങ്കിൽ ഇത് വ്യാഖ്യാനിക്കാനുള്ള സമയം മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. നീ അല്ലെങ്കിൽ പറയുന്ന കാലം സമീപിക്കും. എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കും. കാരണം ഒരു യൗവനക്കാരൻ അവനവന്റെ ഇഷ്ടത്തിനോടി അവൻ അല്ലെങ്കിൽ വിവാഹം കഴിച്ച് അവൻ അല്ലെങ്കിൽ ഇഷ്ടം പോലെ ജീവിച്ച് ഇതൊക്കെ കഴിയുമ്പോൾ അവന് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കാലം വരും. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ തലനിറച്ച അപ്പച്ചന്മാരെ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാക്കളെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം ഇവരൊക്കെ ലോട്ടറി അടിച്ചവരാ. പ്രൈസ് ദി ലോർഡ്. ഏകദേശം ഇനി അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഒരു അല്ലെങ്കിൽ 45-50, കാരണം ഇപ്പൊ 50-നും 45-നും 55-നും ഇടയ്ക്കുള്ളവരാണ് ഈ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 30 കഴിഞ്ഞ് 40 വരെ, 45 കഴിഞ്ഞിട്ട് 55 വരെയുള്ളവർ എന്ത് ചെയ്യുക? പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ.
ഇനി ഇതുപോലെ തലതെറിച്ചവരെ കാണണമെങ്കിൽ ദൈവസന്നിധി നാം ഉപവസിക്കേണ്ട കാലം വരികയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നിനക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു കാലം വരും. അല്ലേ, സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടു പോകുകയും, കാരണം നിന്റെ ജീവിതത്തില് സൂര്യൻ എന്ത് ചെയ്യത്തില്ല, ഉദിക്കത്തില്ല. ഭാരം വരുമ്പോൾ, ജീവിതത്തിന്റെ പ്രയാസം വരുമ്പോൾ, ആരോഗ്യമുള്ള നാളിൽ ഹല്ലേലൂയ നീ ദൈവസന്നിധിയില ദൈവത്തെ അറിയാതെ, ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാതെ, ഹല്ലേലൂയ രക്ഷയുടെ സന്ദേശം പറഞ്ഞിട്ടും കേൾക്കാതെ, ഇന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ മൊബൈലിൽ ഒരു ഗ്രൂപ്പിൽ ഒരു ഹല്ലേലൂയ മെസ്സേജ് വരാനിടയായി. അവിടെ ഹല്ലേലൂയ ഒരു ക്യാമ്പ് നടത്തിയ, അതായത് പെന്തക്കോസ്ത് പാസ്റ്റർമാർ എന്ന ക്യാമ്പ് നടത്തിയ, അല്ലെങ്കിൽ ആ ക്യാമ്പില് അതിന്റെ ലീഡറായിട്ട് നിന്ന ഒരു സഹോദരന്റെ 2 കുഞ്ഞുങ്ങളും മണ്ണിനടിയിലായി കിട്ടിയില്ല. അതുപോലെ ആ സഹോദരിയുടെ കൈയുടെ ഞരമ്പും പൊട്ടിപ്പോയി, കാലിന്റെ ഞരമ്പും പൊട്ടിപ്പോയി. അവർക്ക് അല്ലെങ്കിൽ നട്ടല് ഒടിഞ്ഞിട്ട് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നു. അപ്പൊ സഹോദരൻ പറഞ്ഞു, അയ്യോ കർത്താവ് എന്നോട് എന്തിനാണ് ഇപ്രകാരം ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം പറയുന്നു, യഹോവയായ ദൈവം ഒരു മനുഷ്യനെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല. ശത്രുവായവൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഓരോ പരീക്ഷണങ്ങളെയും യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ 1-ാം അധ്യായം പ്രകാരം പറയുന്നു, യോബ് ദോഷം വിട്ടകലുന്നവനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമായിരുന്നു. എന്നാൽ യോബിന്റെ 10 മക്കളും എന്ത് ചെയ്ത് മരിച്ചു മാറ്റപ്പെട്ടു. അവന്റെ സമ്പത്ത് മുഴുവൻ എന്ത് ചെയ്ത് കൊള്ളയടിക്കപ്പെട്ടു. യോബ് രോഗിയായി തീർന്നു. അവന്റെ ഭാര്യ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്താൽ മതി എന്ന് പറയുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ യോബ് കഷ്ടത്തിലായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴും പിശാച് ദൈവസന്നിധിയിലോ സ്വർഗ്ഗത്തിലെ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് നിന്ന് പറയുന്നത് എന്താണ്? ഇനിയും ഞാൻ അവനെ പരീക്ഷിക്കും, ഇനിയും ഞാൻ അവനെ ദോഷം ചെയ്യും, അവനെ കൊണ്ട് ഞാൻ ദൈവത്തെ തള്ളിപ്പറയിക്കും. അവൻ ഭക്തനെന്ന് നീ ഹല്ലേലൂയ നിരൂപിക്കുന്നെങ്കിൽ, നീ ദോഷം വിട്ടകലുന്നവനെന്ന് പറയുന്നുവെങ്കിലോ, യഹോവയായ ദൈവത്തിന്റെ മുമ്പിൽ പിശാച് പറയുകയാണ്, ഈ ജനത്തെ കൊണ്ട് ഞാൻ ദൈവത്തെ തള്ളിപ്പറയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനുഷ്യനെ കൊണ്ട് എപ്രകാരം ദൈവത്തെ തള്ളിപ്പറയിക്കണമെന്ന് നിരന്തരം വാദിക്കുന്ന പിശാചായവൻ സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുകയാണ് ദൈവമക്കളെ. അതുകൊണ്ട് നാം ഹല്ലേലൂയ യൗവനത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ട് സൂര്യൻ ഹല്ലേലൂയ ജീവിതത്തിൽ ഇരുളുന്ന ഒരു സമയമുണ്ട്, ചന്ദ്രൻ പ്രകാശം തരാത്തൊരു സമയമുണ്ട്, ഭൂമിയിൽ മഴ പെയ്തിട്ട് ഹല്ലേലൂയ അത് തിരികെ മേഘം വരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ദേശമേ, ഹല്ലേലൂയ ദൈവം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ നാം തിരിച്ചറിയണം, നമ്മെ കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയിക്കുവാൻ തക്കവണ്ണം ജീവിതത്തിൽ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ കടത്തിവിട്ടുകൊണ്ട് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഉറച്ചു നിൽക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്നും യൗവനക്കാരനെ പോലെ ഒരു ഹൃദയം നിനക്കുണ്ടായിരിക്കണമെന്ന് ഹല്ലേലൂയ വ്യക്തമായി ഹല്ലേലൂയ സഭാപ്രസംഗി പറയുകയാണ്. ഹല്ലേലൂയ. കാലേബും യോശുവയും തന്റെ അവകാശം പ്രാപിച്ചെടുപ്പാൻ കാനാൻ ദേശത്ത് കടന്നു ചെന്നിട്ട് ഹല്ലേലൂയ യോശുവയോട് കാലേബ് പറയുകയാണ്, ഞാൻ ഉറ്റുനോക്കുവാൻ കടന്നുപോയ കാലത്തിലെ പോലെ തന്നെ ഈ 80-ാം വയസ്സിലോ എനിക്ക് ദൈവത്തോട്
പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ യൗവനക്കാരൻ അവന് അല്ലെങ്കിൽ മരത്തെ കയറണമെന്ന് വെച്ചാൽ അവൻ കയറും. എന്നാൽ അല്ലെങ്കിൽ പ്രായമായവർക്ക് കയറാൻ പറ്റുമോ? പറ്റുകയില്ല. എന്നാൽ അല്ലെങ്കിൽ കാലേബ് പറയുക, ഈ മലയുടെ മുകളിൽ കയറി എനിക്ക് യുദ്ധം ചെയ്യുവാൻ ആരോഗ്യമുണ്ട്. ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യാം? അല്ല, യുദ്ധം ചെയ്യും. എന്തിനു വേണ്ടി? കാരണം ഞാൻ ഹല്ലേലൂയ 40-ാം വയസ്സില് എന്റെ യഹോവയോട് പറ്റി നിന്നുകൊണ്ട് കാനാൻ ദേശം അവകാശമാക്കുവാൻ തക്കവണ്ണം അല്ല ജനത്തിന്റെ ഹൃദയത്തെ ഞാൻ ഉറപ്പിച്ചവനാണ്. ഹല്ലേലൂയ. ഞാൻ ജനത്തിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചവനാണ്. അവർ പതറിപ്പോകുവാൻ ഞാൻ അനുവദിച്ചില്ല. ജനം അല്ലെങ്കിൽ പിന്മാറിപ്പോകുവാൻ ഞാൻ അനുവദിച്ചില്ല. എന്റെ യഹോവയാൽ നാം ഈ അനാക്യ മല്ലന്മാരുടെ കയ്യിൽ നിന്ന് ദേശത്തെ പ്രാപിച്ചെടുക്കുമെന്ന് ഉറപ്പോടെ കാലേബ് പറഞ്ഞെങ്കിൽ നിന്റെ വാർദ്ധക്യത്തിലോ അല്ലെങ്കിൽ ഫലം കായ്ക്കുമെന്നവരോ യഹോവയുടെ കാലങ്ങളിൽ എത്തുകയായിരിക്കും. Praise the Lord. ഹല്ലേലൂയ. സൂര്യൻ ഇരുളുന്ന ഒരു സമയം, ചന്ദ്രൻ പ്രകാശം കൊടുക്കാത്ത ഒരു സമയം. ഹല്ലേലൂയ. നക്ഷത്രങ്ങൾ ഇരുണ്ടു പോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പ് തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. Praise the Lord. ഇവിടെ വ്യക്തമായി പറയുകയാണ്, ഒരു മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ച് ഹല്ലേലൂയ സഭാപ്രസംഗി വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. നിന്റെ ആയുസ്സിന് ഹല്ലേലൂയ മഴ പെയ്യുന്ന ഒരു സമയമുണ്ട്. നീ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു സമയമുണ്ട്. നീ ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് നിന്റെ യൗവനം. എന്നാൽ ഹല്ലേലൂയ യൗവനം കഴിഞ്ഞിട്ട് ഹല്ലേലൂയ വീട്ടുകാവൽക്കാർ വിറയ്ക്കുന്ന ഒരു സമയമുണ്ട്. കാരണം ഹല്ലേലൂയ രണ്ട് കാലിൽ നിവർന്നു നിന്ന് നട്ടല് നിവർത്തി നീ പറയും, ഇതൊക്കെയും ഞാൻ നേടി. ഹല്ലേലൂയ. നീ നേടിയില്ല. കാരണം അല്ല, നിന്റെ മുമ്പിൽ ഇരുള് വരുന്ന ഒരു സമയമുണ്ട്. കാരണം നിന്റെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് മങ്ങല് വരുന്ന ഒരു സമയമുണ്ട്. നീ കണ്ണാടി വെച്ചാലും അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഒരു സമയമുണ്ട്. സൂര്യൻ ഇരുണ്ടുപോകും. ഹല്ലേലൂയ. ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ വെള്ളയെഴുത്ത് ഉണ്ടാകും. ഹല്ലേലൂയ. ഈ വെള്ളയെഴുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് വെട്ടം മങ്ങിയേ കാണും. ഓപ്പറേഷൻ ചെയ്താൽ ഒരു പരിധി വരെ തെളിഞ്ഞു വരത്തുള്ളൂ. സൂര്യൻ ഇരുളും, ചന്ദ്രൻ പ്രകാശം തരികയില്ല. നിനക്ക് കാണുന്നതൊന്നും ശോഭയായിട്ട് തോന്നുകയില്ല എന്ന് സഭാപ്രസംഗി വ്യക്തമായി പറയുകയാണ്. വീട്ടുകാവൽക്കാർ വിറയ്ക്കും. നീ നിവർന്നു നിൽക്കുമ്പോൾ നിന്റെ കാലെന്ത് ചെയ്യും? വിറയ്ക്കാനിടയാണ്. ഇവിടെ വ്യക്തമായി പറയുകയാണ്, നിന്റെ കാല് വിറയ്ക്കാനിടയാകും. വീട്ടുകാവൽക്കാർ വിറയ്ക്കും, ബലവാന്മാർ കുനിയും. കാരണം ഹല്ലേലൂയ നീ യൗവനത്തിൽ നട്ടല് നിവർന്നു നിൽക്കും. നിനക്ക് യൗവനം കഴിയുമ്പോ നീ പതിയെ കുനിയാൻ തുടങ്ങും. നീ കുനിയാൻ തുടങ്ങുമ്പോ ഓർത്തോണോ, നിന്റെ കാലിന് വിറയല് വരും. നിനക്ക് പഴയ പോലെ പിന്നെ ഓടാൻ പറ്റത്തില്ല, നിനക്ക് നടക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ കല്ലിൽ അരപ്പൊന്നും നമുക്ക് ഇവിടെ ഇല്ല. പണ്ട് ഹല്ലേലൂയ പ്രായമായ അമ്മച്ചിമാര് പറയും, മക്കളെ അരയിലാണ് കറിയുടെ രുചി. പ്രൈസ് ദി ലോർഡ്. വീട്ടുകാവൽക്കാർ വിറയ്ക്കുകയും ഹല്ലേലൂയ ബലവാന്മാർ കുനിയുകയും ചെയ്യുമ്പോൾ അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ. ഇന്ന് ഹല്ലേലൂയ യൗവനക്കാർക്ക് പോലും വായ്പല്ലുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം അവര് കഴിക്കുന്നതൊക്കെ എന്താണ്? ചിക്കനും മട്ടനും ബീഫും കൊഴുപ്പുള്ളത് മാത്രമേ അവർ കഴിക്കത്തുള്ളൂ. വെജിറ്റബിൾസ് ഒന്നും അവർ കഴിക്കാറില്ല. ഞാൻ കാണുന്നില്ല. ഹല്ലേലൂയ പച്ചക്കറി കൊണ്ട് അവിയലും തോരനും അല്ലെങ്കിൽ സാമ്പാറും പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കി. ഞങ്ങളുടെയൊക്കെ നാട്ടിലെന്ന് പറഞ്ഞാൽ ചെറിയ കയ്പ മീനുണ്ട്. അതായത് പഴലിന്റെ ചെറുത് കയ്പ എന്ന് പറയും. ഇത് അല്ലെങ്കിൽ പാടത്ത് വെള്ളം പറ്റി കഴിയുമ്പോൾ ഈ ചെറിയ ഊറ്റിലേക്ക് ഇതിങ്ങനെ കൂട് പോലെ ഇങ്ങനെ വരും. നിറച്ച് 1 ലക്ഷം മീൻ കാണും.
ഇതൊക്കെ എന്ത് ചെയ്യും? തോർത്ത് കൊണ്ടുപോയി ഇങ്ങനെ കോരി എടുത്ത് കൊണ്ടുവന്നിട്ട് ഉപ്പിട്ട് മംഗലത്തിൽ തിരുമ്മിയിട്ട് അത് നല്ല തിരുമ്മി കഴുകിയെടുത്ത് തേങ്ങയൊക്കെ ഇട്ട്, തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയൊക്കെ ഇട്ട് തോരൻ വെച്ച് ഇതുപോലുള്ള കൊച്ചുങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ചോറിന് പകരം പാത്രത്തിൽ ഇത് വിളമ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾ പല്ലിന് നല്ല ബലമാണ്. നമ്മുടെ മക്കൾക്ക് ഇന്ന് നമ്മൾ കാൽസ്യം ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് നല്ലൊരു നമ്മുടെ മക്കളുടെ പല്ലും ഇന്ന് നല്ലൊരു കൊച്ചു പിള്ളേർ ഒന്ന് മറിഞ്ഞു വീണ ഉടനെ എഴുതി. നിന്റെ നടുവ് കുനിയുമ്പോൾ, ഇവിടെ വ്യക്തമായി പറയുന്നവർ ആണ്, അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ, അതായത് യൗവനം കഴിയുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നവർ പല്ലെന്ത് ചെയ്യും? ആടും. 1, 2, 3 കൂടി വന്ന ഒരു 10 പല്ല്, 32 പല്ലിൽ ഒരു 10 പല്ല്, അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു 20 പല്ല്. ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ അണപ്പല്ലി അല്ലെങ്കിൽ പല്ലിന് ബലമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചവയ്ക്കുന്നില്ല. അതുകൊണ്ട് അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അല്ലെങ്കിൽ അടങ്ങി. കാരണം അന്നേരം പോത്തിന്റെ കാലും ആടിന്റെ തലയും ചീനി ഇതൊക്കെ തിന്നാൻ തീറ്റില്ല. നമ്മളങ്ങനെ പറയും ഇച്ചിരി കഞ്ഞി, ശകലം ചെറുപയർ, ഇതൊക്കെ നമുക്ക് തന്നാൽ മതി എന്ന് വാർദ്ധക്യത്തിലാവുന്നവർ പറയും. അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അല്ലെങ്കിൽ അവർ അടങ്ങിയിരിക്കും. കിളിവാതിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാകും. നമ്മുടെ കണ്ണിന്റെ പോളെ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ചെറുതായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് കിളിവാതിൽ പോലെ എന്ത് ചെയ്യും? നമ്മൾ നോക്കുമ്പോ ഇരുണ്ടു പോകും. വെട്ടം കാണുകയില്ല, ബൈബിൾ വായിക്കാൻ അക്ഷരം കാണുകയില്ല. അതുകൊണ്ട് നമ്മൾ യൗവനത്തിൽ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം. അല്ലെങ്കിൽ ദൈവമക്കളെ നമുക്ക് ഈ ഭൂമിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലുള്ള വാക്യങ്ങളാ നമ്മുടെ ആത്മാവ് പിന്തുടർന്നുകൊണ്ടേ. അല്ലെങ്കിൽ നീ പെന്തക്കോസുകാരനായിട്ട്, നീ പെന്തക്കോസിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട്, അല്ലെങ്കിൽ നീ ക്രിസ്ത്യാനി എന്ന പേരെടുത്തിട്ട് വേദപുസ്തകം തുറന്നു നോക്കാത്തവരെ എനിക്കറിയാം. ഹല്ലേലൂയ. നാം ബൈബിള് വായിക്കുന്നവരായി, ബൈബിള് പഠിക്കുന്നവരായി, നമുക്ക് കാഴ്ചയുള്ളപ്പോൾ ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് വാർദ്ധക്യമാകുമ്പോൾ ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യോ? മരുമോടെ കുറ്റം പറയേണ്ട വരും, അല്ലെങ്കിൽ അയൽക്കാരന്റെ കുറ്റം പറയേണ്ട വരും, പെണ്ണുമുള്ള അല്ലെങ്കിൽ ഭാര്യയെ കുറ്റം പറയേണ്ട വരും, ഭർത്താവിനെ കുറ്റം പറയേണ്ട വരും. കാരണം ഇവർക്ക് എന്തറിയത്തില്ല? ബൈബിൾ അറിയത്തില്ല. ബൈബിൾ അറിയാമെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? വാർദ്ധക്യത്തിൽ കൊച്ചുമക്കൾക്ക് വാക്യം പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സമയം എടുത്തിരുന്ന് കാഴ്ചയുള്ളപ്പോൾ ബൈബിള് വായിക്കണം. ഇന്ന് പ്രസംഗിക്കുന്ന പാസ്റ്റർമാർ പോലും ഒത്തുവാക്യം നോക്കി എഴുതിക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും? പ്രസംഗിക്കുന്നത്. കാരണം പ്രസംഗിക്കാൻ എല്ലാവരും താല്പര്യപ്പെടും. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ ജ്ഞാനം പ്രാപിക്കുവാൻ ആര് താല്പര്യപ്പെടുമെന്ന് ഹല്ലേലൂയ ശലോമോൻ വിളിച്ചു ചോദിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധന്മാരായി തീരും. ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചിട്ട് അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ പ്രാപിച്ചെടുക്കേണ്ട കൃപ എന്താണെന്ന് ഈ ഹല്ലേലൂയ വചനം ഇത്ര പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാം ഒരു ഹല്ലേലൂയ പറയണം. കാരണം ഹല്ലേലൂയ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞിട്ട് അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് കിടക്കുന്ന ഒരു കാലത്ത് അല്ലെങ്കിൽ നിന്റെ കിളിവാതിലൂടെ നോക്കുമ്പോൾ നീ അന്ധന്മാരാകും. തെരുവിലെ കഥകൾ അടയും. ഹല്ലേലൂയ. നിന്റെ ചെവി എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. പിന്നെ അടുത്ത് പോയി നിന്നാ പോലും വിളിച്ചാൽ എന്ത് ചെയ്യത്തില്ല? ചെവി കേൾക്കത്തില്ല. അമ്മാമ്മയ്ക്ക് ചെവി കേൾക്കത്തില്ല, ഇച്ചിരി ഒച്ചത്തിൽ പറയാൻ പറയും. അതുകൊണ്ട് ഹല്ലേലൂയ കഥകൾ ഹല്ലേലൂയ അടയും. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. പക്ഷിയുടെ ശബ്ദത്തിങ്കൽ ഹല്ലേലൂയ ഉണർന്നു പോകും.
കാരണം രാത്രിയിൽ ചെറിയ ശബ്ദം കേട്ടാൽ മതി, ഒരു പ്രായം കഴിഞ്ഞ പിന്നെ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? ഉണരും. അവർക്ക് ഉറക്കം ശരിയാവത്തില്ല. കഠിന അധ്വാനം ചെയ്യുന്നവൻ കുറച്ച് കഴിച്ചാലും കൂടുതൽ കഴിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാകും. നീ കഠിന അധ്വാനം ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യരുത്? ഭക്ഷണം കഴിക്കുകയേ ചെയ്യരുത്. ചിലവർ വ്യക്തമായി പറയുന്നു, നീ കഠിന അധ്വാനം ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാം? നീ കുറച്ച് കഴിച്ചാലും ഉറങ്ങും, കൂടുതൽ കഴിച്ചാലും ഉറങ്ങും. ഇവിടെ വലിയ പക്ഷിയുടെ ശബ്ദത്തിങ്കൽ, കാരണം അല്ലെങ്കിൽ രാത്രിയിൽ കരയുന്ന പക്ഷികളൊക്കെ നമ്മൾ ഉറങ്ങാതിരുന്ന് ബൈബിൾ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ പല വിധത്തിലെ ശബ്ദങ്ങൾ കേൾക്കാം. പേടിപ്പെടുത്തുന്ന ശബ്ദം കേൾക്കാം, മന്ദമായ ശബ്ദം കേൾക്കാം, ആള് നടക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കാം, അടുത്ത് വന്ന് സംസാരിക്കുന്നത് പോലുള്ള ശബ്ദം കേൾക്കാം. ഹല്ലേലൂയ. ഉറങ്ങാതിരുന്നാൽ ഇവിടെ പക്ഷിയുടെ ശബ്ദത്തെങ്കിൽ എന്ത് ചെയ്യും? ഇവർ എഴുന്നേറ്റ് പോകും, ഉണർന്നു പോകും. പാട്ടുകാർത്തികളൊക്കെയും തളരുകയും ചെയ്യും. പാട്ടുകാർത്തികളൊക്കെ എന്ത് ചെയ്യും? തളരും. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. ഹല്ലേലൂയ. യൗവനത്തില് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിച്ചിട്ട് കുറ്റി കഴിക്കുന്നവനാണ് എന്ത് ചെയ്യും? കയറ്റത്തെ പേടിക്കും. വയ്യ, കേറാൻ വയ്യ, നടക്കാൻ വയ്യ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് നടന്ന് കയറാൻ വയ്യ. അവൻ കയറ്റത്തെ ഭയപ്പെടും. കാരണം ഹിമാലയത്തിന്റെ ഹല്ലേലൂയ മലമുകളിൽ ചെന്ന് കൊടി നാട്ടാൻ ധൈര്യം കാണിക്കുന്ന ഒരുവൻ യൗവനം കഴിയുമ്പോൾ അവൻ ചെറിയൊരു കയറ്റം കണ്ടാൽ അല്ലെങ്കിൽ സ്റ്റെയർകേസിന്റെ പടി കയറാൻ അവൻ എന്ത് ചെയ്യും? ഭയപ്പെടുവാനിടയാകും. കാരണം അവന്റെ കാലുകൾ വിറയ്ക്കുന്ന കാലുകളാണ്, അവന്റെ നട്ടെല്ല് കുനിയുന്ന സമയമാണ്, അവന്റെ കാഴ്ച മങ്ങുന്ന സമയമാണ്, അവന്റെ ചെവി കേൾക്കാൻ വയ്യാത്ത സമയമാണ്, അവൻ പഴയതുപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് അവന് നിവർന്നു നടക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ കയറ്റത്തെ ഭയപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. വഴിയിൽ ഭീതികൾ ഉളവായി തോന്നും. അതുകൊണ്ടാണ് ഹല്ലേലൂയ ശിശുക്കളെ പോലാണ് വാർദ്ധക്യത്തിലാകുന്നവരും എന്ന് പറയുന്നത്. വാർദ്ധക്യത്തിലാകുന്നവർ എങ്ങനാ? ഹല്ലേലൂയ അവർക്ക് പേടിയാ. ഒരു ഹല്ലേലൂയ ഞാൻ നേഴ്സായതുകൊണ്ട് ഒരു കാര്യം പറയാം. ഒരു സൈഡ് തളർന്ന അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന ഒരു വ്യക്തി അവൻ കട്ടിലെ കിടക്കത്തില്ല. എന്നെ പിടിച്ച് തറ കിടത്തിയാൽ മതി എന്നേ പറയുന്നത്. കാരണം അവൻ കിടക്കുമ്പോൾ ചിന്തിക്കുന്ന എന്താണ്? അവന് ഒരു സൈഡിൽ ബലമില്ലാത്തത് കൊണ്ട് അവൻ മറിഞ്ഞ് താഴെ പോകുമെന്നുള്ളൊരു ഭയമാണ് അവനെ അലട്ടുന്നത്. എപ്പോഴും പറയും അല്ലെങ്കിൽ ഒരു കാലിന് ബലമില്ലാത്തവൻ നടക്കുമ്പോൾ അവൻ എപ്പോഴും ഭീതിയാ, അവൻ അടുത്ത സൈഡ് മറിഞ്ഞു പോകുമോ എന്ന്. കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി സാക്ഷ്യം പറയാനിടയായ. സഹോദരി വണ്ടി ആക്സിഡന്റ് വന്നിട്ട് ഒരു കാലിനും ഒരു കൈക്കും സ്വാധീനം കുറവാണ്. നടക്കുമ്പോൾ എങ്ങനെ നടന്നാലും ആ സിസ്റ്റർ റോഡിന്റെ നടുക്ക് വരും. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഞാൻ വണ്ടി ഇടിക്കാതെ നടക്കുന്നതെന്ന് ആ സഹോദരി പറയാം. കാരണം അല്ലെങ്കിൽ വലത് സൈഡിന് ബാലൻസ് കുറവ്, ഇടത് സൈഡിന് ബാലൻസ് ഉണ്ട്. അപ്പൊ ഈ ബാലൻസ് കുറവുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് എങ്ങനെ നടന്നാലും റോഡിന്റെ നടുക്ക് വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ വഴിയിൽ ഭീതിയുള്ളതായി തോന്നും. അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇതിന് പിന്നിലോട്ട് വരുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ കേട്ടാ നാം ദൈവത്തെ ആരാധിക്കാതിരിക്കത്തില്ല. ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കത്തില്ല. അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിലനിൽക്കാതെ നിൽക്കത്തില്ല. അല്ലെങ്കിൽ പറയുക അല്ലെങ്കിൽ സഭാപ്രസംഗി പറയുകയാണ് വഴിയിൽ ഭീതിയുള്ളതായി തോന്നും, ബദാംവൃക്ഷം പൂക്കും. ഇന്ന് ആർക്കും ബദാംവൃക്ഷം പൂക്കുന്നില്ല. കാരണം കമ്പനിക്കാരൊക്കെ നല്ല കറുപ്പാണ്. ബദാംവൃക്ഷം പൂക്കും. അതുകൊണ്ടാണ് അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് നിന്റെ നര എന്താണ്? അല്ലെങ്കിൽ നിന്റെ അറിവിന്റെ അല്ലെങ്കിൽ അലങ്കാരമാണ്, അല്ലെ ജ്ഞാനത്തിന്റെ തെളിവാണ്.
ബദാംവൃക്ഷം പൂക്കും. നിന്റെ തലയൊക്കെ എന്ത് ചെയ്യും? നരയ്ക്കും. നര വരുമ്പോ ചിന്തിച്ചോണം, പിന്നെ ഒത്തിരി ഓടാൻ സമയമില്ല. ഒരുപാട് നേരം നമുക്ക് ഓടാൻ കിട്ടത്തില്ല. ഹല്ലേലൂയ. കുറച്ച് പിന്നെ ഓടാൻ പറ്റൂ. അതുകൊണ്ട് ഹല്ലേലൂയ, ബദാംവൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും. ഹല്ലേലൂയ. ഈ വയസ്സായവർക്കൊക്കെ എന്തുണ്ട്? ദേഹത്ത് ചൊറിച്ചിൽ വരും. കാരണം അവരുടെ സ്കിന്ന് നോർമലായി തുടങ്ങുമ്പോൾ, കാരണം അവരുടെ യൗവനത്തില് മസിൽ നല്ല സ്ട്രോങ് ആയിരിക്കും. ഈ മസിൽ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലോട്ട് അടുക്കുമ്പോൾ ഈ മസിലിന്റെ ബലം കുറഞ്ഞിട്ട് ഇത് എലാസ്റ്റികത കൂടും. അപ്പൊ തൊലി എന്ത് ചെയ്യും? വലിയും. അന്നേരം എന്ത് ചെയ്യും? ഭയങ്കര ചൊറിച്ചിലാണ്. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര ചൊറിച്ചിൽ. അതുകൊണ്ടാണ് വയസ്സാകുന്നവർ പറയുന്ന, മക്കളെ അപ്പച്ചന്റെ പുറം ഒന്നും ചൊറിഞ്ഞതാ. അതുപോലെ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ സ്കിന്നും, കാരണം അവരുടെ സ്കിന്ന് നൈസാണ്, അവരുടെ അല്ലെങ്കിൽ മസിലിന് അല്ലെങ്കിൽ പവറില്ല. ഇത് ബലം വെക്കേണ്ടതിന് കൊണ്ട് ഇവർ അസ്ഥിക്ക് ഭയങ്കര അല്ലെങ്കിൽ കഴപ്പായിരിക്കും, ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അതിന് ഈ കൊച്ചുങ്ങൾ കാല് വീട്ടൊക്കെ അടിക്കുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യും? മസിൽ മുറുകുന്ന അനുസരിച്ച് ഇവർക്ക് അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അവരും പറയുന്നത് ചെയ്യും? ചൊറിയും. ഈ രണ്ടു കൂട്ടർക്കും എന്താണ്? ഹല്ലേലൂയ. ബദാംവൃക്ഷം പൂത്ത് കഴിയുമ്പോൾ ഉള്ളതായി തോന്നും. ബദാംവൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും. കാരണം ഹല്ലേലൂയ, പിന്നീട് യോജനക്കുരു ഫലിക്കുകയില്ല. കാരണം മരുന്ന് കൊടുത്ത പിന്നെ ഇവരുടെ ശരീരത്തിന് എത്തിയത്തില്ല, വേഗത്തില്ല. പനി വന്ന അല്ലെങ്കിൽ 500ന്റെ പാരാസെറ്റമോൾ ഇവർ കഴിച്ച പനി കുറയത്തില്ല. അതുകൊണ്ട് യൗവനക്കാരാ, ഹല്ലേലൂയ, യോജനക്കുരു ഫലിക്കാതെ വരും. ഹല്ലേലൂയ. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു തലമുറ വരുന്നു, അല്ലെങ്കിൽ മറ്റൊരു തലമുറ പോകുന്നു. ഏകദേശം 75 വയസ്സിന് അല്ലെങ്കിൽ 80 വയസ്സിന് മേളിലുള്ളവര് നമ്മുടെ ദേശത്ത് കുറവായിരുന്നു. കൂടി വന്നാൽ 70-75 വയസ്സ് വരെ ഉള്ളവരൊക്കെ നമ്മുടെ ദേശത്തുണ്ട്. 80 വയസ്സിന് വലിയ മേളിലുള്ളവർ ഏകദേശം വിരലിൽ എണ്ണാവുന്നവരൊക്കെ മാത്രമേ ഉള്ളൂ. അവോ ഹല്ലേലൂയ, യോജനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ എന്ത് ചെയ്യും? തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റിത്തിരിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഈ ദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും, അതായത് 2024 തുടങ്ങിയിട്ട് ഏകദേശം ഹല്ലേലൂയ ഒരു 50 മരണമെങ്കിലും നമ്മുടെ ഈ ദേശത്ത്, നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നിട്ടുണ്ട്. അത് വാർദ്ധക്യമായവരല്ല, യൗവനക്കാരാണ് എല്ലാവരും. അതുകൊണ്ട് ഹല്ലേലൂയ, ശാശ്വത ഭവനത്തിൽ പോകണമെങ്കിൽ പ്രത്യേകിച്ച് പ്രായവും സമയവും ഒന്നും ഇല്ല. എന്നാൽ സഭാപ്രസംഗി പറയുന്നു, സകല മനുഷ്യർക്കും ഈ വഴി വച്ചിരിക്കുന്നു, എല്ലാ മനുഷ്യരും ഈ വഴി പോയേ മതിയാവൂ. അതുകൊണ്ട് യൗവനക്കാരാ, നീ നിന്റെ യൗവനത്തിൽ സൃഷ്ടാവിനെ അറിയണം. ഹല്ലേലൂയ. വിലാപം കഴിക്കുന്നവർ വീതിയിൽ ചുറ്റിത്തിരിയും, അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. ഹല്ലേലൂയ. വെള്ളിച്ചരട് അറ്റുപോകുമെന്ന് പറയുന്നത് നിന്റെ നാടീ ഞരമ്പുകളൊക്കെ എന്ത് ചെയ്യും? പൊട്ടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിക്കുന്ന വീതിയിൽ ചുറ്റിത്തിരിയും, അന്ന് വെള്ളിച്ചരട് അറ്റുപോകും, പൊൻകിണ്ണം തകരും. ഹല്ലേലൂയ. നിന്റെ നെഞ്ചുകൂടിനകത്ത് ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് തകർന്നു പോകും. കുടമുടയും, കിണറ്റിലെ ചക്രം തകരും. കാരണം നിന്റെ തലച്ചോറിന്റെ പ്രവർത്തനം നിൽക്കും,
നിന്റെ നാഡീ ഞരമ്പുകൾ പൊട്ടും. നീ ശാശ്വത ഭവനത്തിലേക്ക് പോയി കഴിയുമ്പോൾ നിന്റെ ശരീരത്തിന് സംഭവിക്കുന്ന പ്രയാസങ്ങളാണ് ഇവിടെ ഹല്ലേലൂയ യൗവനക്കാരൻ വ്യക്തമായി പറയുന്നത്. ഹല്ലേലൂയ. പൊൻകിണ്ണം തകരും, ഉറവക്കിലെ കുടമുടയും. കാരണം നിന്റെ ഹാർട്ട് എന്ത് ചെയ്യും? പൊട്ടും. മരിച്ചു കഴിയുമ്പോ നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് മണ്ണിട്ട് മൂടണമെന്ന് പറയുന്നത് എന്തിനാ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ശരീരത്തിന് നടക്കുന്ന വ്യതിയാനത്തെ കുറിച്ച് ഇവിടെ വ്യക്തമായി സഭാപ്രസംഗി പറയുകയാണ്. കിണറ്റിലെ ചക്രം തകരും, പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും ദൈവത്തിന്റെ കൽപ്പന തെറ്റിച്ചുകൊണ്ട് ദൈവത്തിന്റെ യഹോവയായ ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തിയപ്പോൾ അവൻ ഹല്ലേലൂയ യഹോവയായ ദൈവം അവനോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ നിന്റെ കഠിനാധ്വാനത്തിലോ നിന്റെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ നിന്നെ പൊടിയിൽ നിന്നെടുത്തത് കൊണ്ട് നീ പൊടിയിലേക്ക് ചേരുവാനിടയായി തീരും. ഹല്ലേലൂയ. മനുഷ്യൻ ഹല്ലേലൂയ പണ്ടായിരുന്നത് പോലെ അവനെ എപ്രകാരം ദൈവം ഉണ്ടാക്കിയോ, ഹല്ലേലൂയ യഹോവയായ ദൈവം തന്റെ കരവിരുത് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഏതിനാൽ മനുഷ്യനെ സൃഷ്ടിച്ചു? ഹല്ലേലൂയ ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ നടന്ന അതേ പ്രക്രിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിലോ ഹല്ലേലൂയ അവന്റെ അവസാനം നടക്കുമെന്ന് യഹോവയായ ദൈവം ശലോമോനിലൂടെ വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ യൗവനക്കാരാ, ഈ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയണം. ഹല്ലേലൂയ. നിനക്ക് കഷ്ടം വരുമ്പോൾ നീ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട്, നിന്റെ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നീ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട്, ഹല്ലേലൂയ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നിനക്ക് മറുവിലയായി തീർന്നുകൊണ്ട് നിന്നെ വീണ്ടെടുക്കേണ്ടതിന് ഹല്ലേലൂയ തന്റെ പുത്രനെ ആദരിക്കാതെ അവൻ ക്രൂശിലെ മരണത്തോളം കുരിശിലെ മരണത്തോളം തന്റെ പ്രാണനെ വെടിഞ്ഞുകൊണ്ട് എന്റെയും നിങ്ങളുടെ ആത്മാവിന്റെ ചാരമായി ഹല്ലേലൂയ പിതാവായ ദൈവത്തിങ്കൽ നിന്നാണ് ഹല്ലേലൂയ പുത്രനായ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകി തന്നുകൊണ്ട് നമ്മെ ഹല്ലേലൂയ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മിൽ പകർന്ന് ഹല്ലേലൂയ മക്കളും അവകാശികളുമാക്കി തീർത്തെങ്കിൽ ഹല്ലേലൂയ ദേശത്തോട് വ്യക്തമായി വചനം വിളിച്ചു പറയട്ടെ, യൗവനക്കാരാ, നീ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിയുക. ഹല്ലേലൂയ. നീ യൗവനത്തിൽ അറിയാതെ ഇരുന്നാൽ ഹല്ലേലൂയ കിട്ടമില്ലാത്തൊരു സമയം കടന്നു വരാം. ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ നിന്റെ ശരീരത്തിൽ വ്യതിയാനം സംഭവിക്കും. നീ ഇതൊക്കെയും വിട്ട് ദൈവത്തിൽ ചേരുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തെ ഹല്ലേലൂയ ജീവൻ തന്ന ദൈവത്തിലേക്ക് എന്ത് ചെയ്യും? അവന്റെ ആത്മാവ് ഹല്ലേലൂയ മടങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വ്യക്തമായി പറയുകയാണ്. അതിന്റെ 43-ാം വാക്യം വായിച്ചാട്ടെ. 12:43. 12:43 സഭാപ്രസംഗം. 13 സോറി. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ആ. ദൈവത്തെ ഭയപ്പെട്ട് ആ. അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. ആ. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ആ. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും ഉം. സകല രഹസ്യങ്ങളുമായ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് സഭാപ്രസംഗി പറയുകയാണ്, ജീവൻ തന്ന ദൈവത്തിലേക്ക് നിന്റെ ആത്മാവ് ചെന്നെത്തുമ്പോൾ
അധികമായാൽ 80. അത് കഷ്ടവും പ്രയാസവും നിറഞ്ഞതാണ്. ഈ കഷ്ടവും പ്രയാസവും നിറഞ്ഞ ലോകത്ത് അല്ല നാം ആയിരിക്കുന്ന ഓരോ നിമിഷവും അല്ലെങ്കിൽ എല്ലാറ്റിന്റെയും സാരാംശം കേൾക്കണം. കാരണം ദൈവവചനത്തില് ഇല്ലാത്തതായി ഒന്നുമില്ല. കാരണം സകലതും മറവ് പൊരുളുമായിരിക്കുമ്പോൾ അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, അഗോചരവും മറഞ്ഞിരിക്കുന്നതുമായ മർമ്മത്തെ അല്ലെ വെളിപ്പെടുത്തുന്നവൻ സ്വർഗത്തിലായിരിക്കുമ്പോൾ അവന്റെ ആത്മാവിനാൽ അവന്റെ ജ്ഞാനത്താൽ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സകലത്തിന്റെ സാരാംശം കേൾക്കണം. ദൈവത്തെ ഭയപ്പെടണം. ഇന്ന് ഹല്ലേലൂയ ഒരു മനുഷ്യർക്കും ഇല്ലാത്തത് ദൈവത്തെ പേടിക്കാം. ദൈവത്തെ ഭയപ്പെടുക. ഇന്ന് മക്കൾ അപ്പനമ്മമാരെ പേടിക്കും, ഭാര്യ ഭർത്താവിനെ പേടിക്കും, ഭർത്താവ് അപ്പനെ അമ്മയെ പേടിക്കും, അല്ലെങ്കിൽ പോലീസുകാരെ പേടിക്കും, നിയമത്തെ പേടിക്കും, അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യാനിയെ പേടിക്കും, ക്രിസ്ത്യാനി മുസ്ലിമിനെ പേടിക്കും, മതത്തിനെ പേടിക്കും, രാജ്യത്തെ പേടിക്കും. എന്നാൽ ഇതൊക്കെ ഉണ്ടാക്കിയ ദൈവത്തെ ആരും ഭയപ്പെടുകയില്ല. Praise the Lord. ഹല്ലേലൂയ. നാം ദൈവത്തെ ഭയപ്പെടണം. അവന്റെ കരത്തിൽ നിന്ന് നാം എന്തെങ്കിലും പ്രാപിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഭയം ആരിൽ വേണം? ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. നാം പള്ളിയിൽ പോകുമ്പോ കുടിക്കുന്ന ഭർത്താവാണെ പറയും, നീ പ്രാർത്ഥിച്ചത് കൊണ്ട് അല്ലെ നീ പ്രാർത്ഥിക്കാൻ പോയിട്ടാണോ നീ ചോറ് തിന്നുന്നത്? ഇല്ല, ഞാൻ അധ്വാനിച്ചോണ്ട് വന്നതാ. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? പ്രാർത്ഥിക്കാൻ പോകരുത്. ഹല്ലേലൂയ. ഒരു ഹിന്ദുവാണെ പറയും, നല്ല പള്ളിയിൽ പോകുന്നത് വിജയിക്കുകയില്ല, നമുക്ക് പേടിയില്ല. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ദൈവദാസൻ വിസിറ്റിങ്ങിന് പോയപ്പോ ഒരു ഭവനത്തിൽ എന്ന് അപ്പൊ ആ സഹോദരൻ പറഞ്ഞു, അത് ഒരു ബന്ധുകൂടിയാണ്. ആ സഹോദരൻ ഇപ്രകാരം പറയാനിടയായി, പാസ്റ്ററേ, എനിക്ക് കർത്താവിനെ വലിയ ഇഷ്ടമാണ്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, ഞാൻ ബൈബിള് വായിക്കും. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഞങ്ങൾ കാവും അമ്പലമൊക്കെ ഉള്ളത് കൊണ്ട് പള്ളി വരാൻ പറ്റത്തില്ല. ഞാൻ എങ്ങനെ പള്ളി? ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ടത് ആരെയാണ്? നിന്നെ സൃഷ്ടിച്ച അല്ലെങ്കിൽ പെറ്റമ്മ മറന്നാലും മറക്കുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തന്റെ പുത്രനെ നമുക്ക് മറുവിലയായി തന്ന ദൈവത്തെ നാം ഭയപ്പെടണമെന്ന് അല്ലെങ്കിൽ വചനം വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. 365 ദിവസവും നിന്റെ ജീവിത ഭാരത്തെ നോക്കിക്കൊണ്ട് നീ ഭയന്ന് ഹല്ലേലൂയ നീ അന്താളിച്ചു നിൽക്കുന്ന മണ്ഡലത്തില് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നീ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. കാരണം ഇവിടെ ഹല്ലേലൂയ സഭാപ്രസംഗി പറയുന്നു, നീ എല്ലാത്തിന്റെയും സാരാംശം കേൾക്കണം. അല്ലെങ്കിൽ നീ ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. നീ ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ അനർത്ഥത്തിൽ കയറും. ഹല്ലേലൂയ. ദൈവത്തെ പേടിക്കാത്തവൻ അല്ലെങ്കിൽ അനർത്ഥത്തിൽ ചെന്ന് കയറും. കാരണം അല്ലെങ്കിൽ ഒരു സഹോദരനോട് ഒരു ദൈവദാസൻ ഇപ്രകാരം ദൂത് പറഞ്ഞു, നീ കയറിയിട്ടില്ലാത്ത വണ്ടിയിൽ കയറും, നീ ചെന്നിട്ടില്ലാത്ത നിർത്തിയിട്ടില്ലാത്ത സ്ഥലത്ത് നിന്നെ നിർത്തും. അപ്പൊ ആ സഹോദരൻ വിചാരിച്ചു എന്തുവാ, ഞാൻ ഏതോ വലിയ വണ്ടിയിലൊക്കെ കയറി പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്തോ ഒരു കേസിനെ എന്താ പോലീസുകാർ വിളിച്ചുകൊണ്ടുപോയി പോലീസ് ജീപ്പിൽ അവിടുന്ന് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ നിർത്തി. അപ്പൊ അല്ലെങ്കിൽ ദൈവദാസൻ പറഞ്ഞത്, നിന്റെ കയ്യിലിരിപ്പ് വിട്ടിട്ട് നീ മര്യാദയ്ക്ക് മടങ്ങി വന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നീ കയറാത്ത വണ്ടിയിൽ കയറ്റും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഹല്ലേലൂയ. അപ്പൊ ദൈവദാസനെ പേടിച്ചില്ല, ദൈവത്തെ ഭയപ്പെട്ടില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവന്റെ കയ്യിലിരിപ്പിനെ വിട്ടില്ല. അതുകൊണ്ട് എന്ത് പറ്റി? അവൻ കയറണ്ടാത്ത വണ്ടിയിൽ കയറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഹല്ലേലൂയ ദൈവദാസന്മാർ ഓരോ ഭവനത്തിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോ അല്ലെങ്കിൽ കഴിഞ്ഞ അല്ലെങ്കിൽ 2-3 മാസം മുമ്പ് ദൈവത്തിന്റെ ദാസൻ ഒരു ഭവനത്ത് പോയി.
ഒരു CSI ആന്റിയാണ്. ആ ആന്റിയുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പക്ഷാഘാതം വന്ന് ഒരു സൈഡ് തളർന്ന് BP കൂടി കട്ടിലെ കിടക്കുകയാണ്. അവൻ വിസിറ്റിങ്ങിന് ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ദേവദാസൻ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ അമ്മാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മാമ്മ ഇങ്ങനെ മോന്ത തിരിച്ച് അവിടെ നിന്നു. അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, എടീ ദൈവദാസൻ വന്ന് ദൈവദാസന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല, അല്ലെങ്കിൽ ആ ദൈവദാസൻ എന്തെങ്കിലും കൊടുക്കടി, ഒരു കാണിക്ക് എന്തെങ്കിലും കൊടുക്ക, അങ്ങനെ വണ്ടി നടന്നു വിഷമിച്ച് വന്നതല്ലേ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ടാണ് അച്ഛന് തരേണ്ടത്, കാരണം അച്ഛൻ്റെ ഈ സ്ഥിതിക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് വിടുതൽ തരും എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ദേവദാസൻ എന്ത് ചെയ്ത് ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ ആന്റി എന്ത് ചെയ്ത് ഇറങ്ങി അടുത്ത വീട്ടിലോട്ട് ഒറ്റ ഓട്ടം പോയി. കാരണം പാസ്റ്റർ വന്നത് കാണിക്കാണെന്നുള്ള ചിന്തയിലാണ് ഇവർ ഓടിയത്. പക്ഷേ 3-ാമത്തെ മാസം അതിനടുത്തൊരു ചർച്ചിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ ദൈവദാസൻ വണ്ടിയെ കൊണ്ടുവന്ന് അച്ഛനെ ഇറക്കിയത് ഈ വീടിന്റെ മുമ്പിലാണ്. അപ്പോൾ ഒരു കരിങ്കൊടി കുത്തിയിരിക്കുന്നു. അപ്പൊ അച്ഛൻ ചോദിച്ച്, ഇവിടെ എന്ത് പറ്റി വാസ്ത, ഇവിടെ കരിങ്കൊടി കുത്തിയിരിക്കുന്ന ആൾക്കാർ? അത് ആ മേളിലെ വീട്ടില് ഒരാന്റിക്ക് പെട്ടെന്ന് BP കൂടി അവർ മരിച്ചുപോയി വാസ്ത. ഇന്നലെയാണ് നടക്കാം. അവരുടെ ഭർത്താവ് 1 വർഷം തളർന്നു കിടക്കുന്നത്. കാരണം 2 പ്രാവശ്യം പ്രാർത്ഥിക്കാൻ നിന്നപ്പോ നീ ഇറങ്ങി ഓടിയെങ്കില ഈ തളർന്നു കിടക്കുന്നവനെ ശുശ്രൂഷിക്കാൻ ബലം തരുന്ന ദൈവം നിന്നെ കണ്ടിട്ട നിന്നെ വിടുവിക്കാൻ വേണ്ടി അവിടെ പ്രാർത്ഥനയ്ക്ക് അയച്ചത്. പക്ഷെ നീ ഇറങ്ങി ഓടിയത് കൊണ്ട് എന്ത് വേണ്ടി? പ്രൈസ് ദി ലോർഡ്. അവിടെ കരിങ്കൊടി വെക്കണ്ട വന്നു. അതുകൊണ്ട് ബൈബിളും കൊണ്ട് ചെല്ലുമ്പോ നിങ്ങൾ കാണിക്കയില്ലെങ്കിലും പ്രാർത്ഥിക്കണ്ടെന്ന് പറയരുത്. ഹല്ലേലൂയ. ഒരു ട്രാക്ട് കൊടുത്തിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ആ വാക്കായിരിക്കും വണ്ടി ആക്സിഡന്റിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മരണത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നത്, മാരകമായ രോഗത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? സൃഷ്ടാവിനെ അറിയുന്നുവെങ്കിലോ അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവസന്നദ്ധയിലോ എല്ലാത്തിന്റെയും സാരാംശം കേൾക്കണം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാം. ദൈവത്തിന്റെ കൽപ്പന എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഏകദേശം പേരൊക്കെ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചവരാണ്. ദൈവത്തിന്റെ കൽപ്പന എന്താണ്? യേശു നമുക്ക് മാതൃക കാണിച്ചു തന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഹല്ലേലൂയ ചേച്ചിയുടെ മോടെ വീട്ടിൽ ചെന്നപ്പോ ഇപ്രകാരം ഹല്ലേലൂയ ആ ചേച്ചിയുടെ മോടെ ഹസ്ബൻഡ് കരിസ്മാറ്റിക് ധ്യാനത്തിന്റെ, അതായത് ലത്തീൻ പള്ളിയിലെ കരിസ്മാറ്റിക് ധ്യാനത്തിന്റെ ലീഡറാണ്. പുള്ളി എന്നോട് പറഞ്ഞു, ആന്റിയെ ഞങ്ങൾ എന്ത് വില കൊടുത്തും കത്തോലിക്ക മടക്കി കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, എന്റെ ജീവൻ പോയാലും നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ കത്തോലിക്ക പള്ളിക്ക് എന്താണ് കുറവ്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനയാ കത്തോലിക്കൻ RC. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ കുറവൊന്നുമില്ല. നിങ്ങൾ ഭക്തരാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, മനസാക്ഷിയുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്, സഹായിക്കുന്നവരാണ്, കരുണയുള്ളവരാണ്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന നിങ്ങൾ പ്രമാണിക്കുന്നില്ല. ന്യായപ്രമാണത്തിന്റെ 1-ാം കൽപ്പന പറയുന്നു, ആകാശത്തിന്റെ ഹല്ലേലൂയ കീഴില, ഭൂമിക്ക് മുകളില, വെള്ളത്തിലുള്ളതോ യാതൊന്നിന്റെയും വിഗ്രഹത്തെ നീ ഉണ്ടാക്കുകയും അവയെ നമസ്കരിക്കുകയും ചെയ്യരുത്. നീ ദൈവത്തിന്റെ നാമത്തെ ഭയപ്പെടണം. ഇതാണ് ഏറ്റവും വലിയ കൽപ്പന. അത് ഹല്ലേലൂയ. നമ്മുടെ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ അമ്മ മരിച്ച എനിക്ക് എന്റെ അമ്മയാണെന്ന് അറിയണമെങ്കിൽ ഒരു ഫോട്ടോ വേണ്ടേ? ഞാൻ പറഞ്ഞു, സഹോദരന്റെ അച്ഛന് സഹോദരന്റെ അച്ഛനെ അറിയാം, സഹോദരന്റെ അച്ഛന്റെ അച്ഛനെ അറിയാം. അതിന്റെ അച്ഛനെ അറിയാവോ? കണ്ടിട്ടുണ്ടോ? ഫോട്ടോ വെച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിന്നെ
യേശുവിന്റെ വളർത്തച്ഛനായ യോസഫിന്റെ ഫോട്ടോ നീ എന്തിനാ വെച്ചേക്കുന്നേ? അതിനെ അടിച്ചില്ലെന്നേ ഉള്ളൂ, ഞാൻ രക്ഷപ്പെട്ടു പോകുന്നത്. സ്വതന്ത്രം. എടാ, നിന്റെ അച്ഛനെ നിനക്കറിയാം, നിന്റെ അച്ഛന്റെ അച്ഛനെ നിനക്കറിയാം, നിന്റെ അച്ഛന്റെ അച്ഛനെ അച്ഛന്റെ അച്ഛന്റെ അച്ഛനെ നിനക്കറിയാമോ? നീ കണ്ടിട്ടുണ്ടോ? പേര് നിനക്കറിയാമോ? നീ വിളിച്ചിട്ടുണ്ടോ? നീ സംസാരിച്ചിട്ടുണ്ടോ? ആ ഫോട്ടോ നിന്റെ കയ്യിലുണ്ടോ? എങ്കിൽ പിന്നെ ഈ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ദൈവമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പനെന്ന് പറഞ്ഞിട്ട് ശലോമോൻ പറയുന്നു, അയ്യോ യഹോവേ, നിനക്ക് വേണ്ടി ആലയം പണിയുന്നവനാർ. നീ സ്വർഗ്ഗാദി സ്വർഗ്ഗങ്ങളിൽ വണങ്ങുന്നവനല്ല, പിന്നെ ഭൂമിയിൽ നിനക്ക് വേണ്ടി ആലയം പണിയുന്നവനാരാണ്? നീ കൂരിൽ വസിക്കുന്ന യഹോവയല്ലോ. ഹല്ലേലൂയ. മോശ പറഞ്ഞു, ദൈവമേ, നിന്നെ കാണുവാൻ ആർക്കും കഴിയുകയില്ല, എന്നാൽ നിന്റെ പിൻഭാഗമെങ്കിലും ഞാനൊന്ന് കണ്ടോട്ടെ. അവനെ പാറപ്പിളപ്പിന് ഒല്ലരിയ മറച്ചുകൊണ്ട് യഹോവയായ ദൈവത്തിന്റെ പിൻഭാഗം കാണുവാനിടയായി. കാരണം ദൈവത്തിന്റെ മുഖം കണ്ടവരാരോ ജീവനോടെ ഇരുന്നിട്ടില്ല. ഹല്ലേലൂയ. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് പാദം മൂടി, യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധനെന്ന് ആർക്കുന്ന കെരൂബുകളുടെ മധ്യേ കത്തുന്ന ജ്വാല പോലെ യെശയ്യാവ് കാണുമ്പോൾ ആ ദൈവത്തെ കാണുവാൻ നമ്മുടെ മറ്റു നേത്രങ്ങൾ കൊണ്ട് കഴിയുകയില്ല എന്ന് ഇവിടെ വചനം പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ പകരുമ്പോൾ നീ മറുരൂപമായി തീരുവാനിടയാകും. ദൈവത്തിന്റെ ആത്മാവുള്ളവരെ മറുരൂപമാകുവാൻ കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് കൽപ്പന പ്രമാണിക്കാതിരുന്നാൽ നീ പോകത്തില്ല. അതിന് തെളിവ് ഹല്ലേലൂയ ഞാൻ പ്രസംഗിക്കുന്ന ശലോമോൻ. യഹോവയായ ദൈവം 2 പ്രാവശ്യം അവന് പ്രത്യക്ഷനായി. അവൻ അനേക ജ്ഞാനപുസ്തകങ്ങൾ എഴുതി. ആയുസ്സും സമ്പത്തും അവന് ഹല്ലേലൂയ അനേകമായി ലഭിച്ചു. എന്നാ ഹല്ലേലൂയ വിശ്വാസികളുടെ പട്ടണം ഹല്ലേലൂയ പട്ടികയില്ല. അല്ലെ, നമുക്ക് ചുറ്റും നിൽക്കുന്ന വിശ്വാസ സമൂഹം എന്ന് പൗലോസ് വ്യക്തമാക്കിക്കൊണ്ട് പറയുമ്പോൾ ഹല്ലേലൂയ ഹാബേലിന്റെ പേര് തൊട്ട് അല്ലെ പൗലോസിന്റെ പേര് വരെ വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. അല്ലെ, ഇപ്രകാരമുള്ള വിശ്വാസ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ 6 പേരില്ല, ശലോമോന്റെ പേരില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ഒന്ന് ശിശുസ്നാനം കൽപ്പനയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പൊന്നും വെള്ളിയും എറിഞ്ഞുകളിയും എന്തിനു വേണ്ടി? മരിച്ചെറിഞ്ഞു വേണ്ടി. നീ ഹല്ലേലൂയ മരണമേ ഞങ്ങളെ മൂടുക, മലകളെ ഞങ്ങളെ മൂടുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നീ ഓടിയൊളിക്കുന്ന ഒരു സമയമുണ്ട്. അതിനു മുമ്പ് നീ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളെയും, ഹല്ലേലൂയ, പ്രവൃത്തിയെ മാത്രമല്ല രഹസ്യങ്ങളെയും അവൻ ന്യായവിസ്താരത്തിൽ കൊണ്ടുവരും. നമ്മുടെ ഹല്ലേലൂയ ശരീരം മണ്ണോട് ചേർന്ന് കഴിയുമ്പോൾ, ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ വെള്ളിക്കിണ്ണം പൊട്ടുമ്പോൾ, ഹല്ലേലൂയ കുടത്തിലെ ഹല്ലേലൂയ കുടം തകരുമ്പോൾ, ഹല്ലേലൂയ ദൈവത്തിങ്കിലേക്ക് ചേരുന്ന നമ്മുടെ ആത്മാവിന് സകല പ്രവൃത്തിയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിൽ കൊണ്ടുവരുന്ന ഒരു ദിവസം നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ വചനം പറയുന്നു, നീ ദൈവത്തെ അറിഞ്ഞ് ഭയപ്പെട്ട അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ സമയം ചുരുക്കി കഴിഞ്ഞു പോയെങ്കിലും ദൈവദാസൻ ക്ഷമിക്കണം. ഹല്ലേലൂയ ദൈവസന്നദ്ധിയില നാം ഹല്ലേലൂയ ആയിരുന്നത്. ദൈവം നമ്മെ അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തെ നാം അറിയേണ്ടതുപോലെ അറിഞ്ഞു കഴിയുമ്പോൾ, ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് കഴിയുമ്പോൾ, ഹല്ലേലൂയ പിശാചും യേശുവിനെ കണ്ടപ്പോൾ വിറച്ചെന്ന ഹല്ലേലൂയ ശിഷ്യന്മാരെന്ത് ചെയ്ത്
ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി വേണ്ട വേണ്ട എന്ന് ഹല്ലേലൂയ പത്രോസ് പറഞ്ഞപ്പോ യേശു പത്രോസിനെ ശാസിപ്പാനിടയായി. കാരണം അവന്റെ കൽപ്പനയ്ക്ക് വിരോധമാണ്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് നിൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും അറിയുന്ന ദൈവം, നിങ്ങളുടെ സങ്കടങ്ങളെയും വേദനകളെയും അറിയുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുവാൻ അല്ലെങ്കിൽ നിവർത്തീകരിച്ച് തരുവാൻ അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ അകലമല്ല. നാം അവന്റെ സന്നിധിയിൽ ചെന്നെങ്കിൽ അവൻ നമ്മോട് കൂടെ നിത്യം വസിക്കുന്നു. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട, തളർന്നു പോകേണ്ട. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കരുതുവാൻ, അല്ലെങ്കിൽ നമ്മെ നടത്തുവാൻ, നമ്മുടെ വേദനയിൽ താങ്ങുവാൻ, നമ്മുടെ രോഗത്തിന് സൗഖ്യം തരുവാൻ, നമ്മെ വിടുവിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്ക് കഴിയില്ല എങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്തുവാനും പരിപാലിപ്പാനോ അവൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഈ രാത്രികാലം അല്ലെങ്കിൽ ദൈവമക്കളെ നാം ഭയപ്പെടേണ്ട എന്ന് ദൈവവചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ അറിയുക. ദൈവം ഈ വചനങ്ങളാൽ ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നു. അല്ലെ സമയം അനുവദിച്ച ദൈവദാസനും അല്ലെ ദൈവമക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട്